ഹായ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്റ്റൻസ് വെക്റ്റർ റൗട്ടിംഗ് പ്രോട്ടോക്കോളിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ഡിസ്റ്റൻസ് വെക്റ്റർ റൗട്ടിംഗ് പ്രോട്ടോക്കോളിൽ നമ്മൾ റിപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത്, റിപ്പ് വേർഷൻ 2 എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ EIGRP എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും അതെങ്ങനെയാണ് അത് റിമൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ടേബിൾ കൊടുക്കേണ്ടത്, അതിലുള്ള ഓരോ കമൻറ്റുകളും എന്തിനാണ് യൂസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്റ്റൻസ് വെക്റ്റർ എന്ന് പറയുന്ന അൽഗോരിതം കഴിഞ്ഞ് അടുത്തൊരു അൽഗോരിതം ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് പ്രോട്ടോകോളിൽ നമ്മുടെ ഡിസ്റ്റൻസ് വെക്റ്ററിൽ എങ്ങനെയായിരുന്നു ഡിസ്റ്റൻസും അതേപോലെ തന്നെ ദിശയൊക്കെ നോക്കി, ദൂരവും ദിശയൊക്കെ നോക്കി ബെസ്റ്റ് റൂട്ട് കണ്ടെത്തുന്നൊരു പ്രോസസ്സായിരുന്നു. ലിങ്ക് സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ ആ ഒരു കൺസെപ്റ്റ് തന്നെ മാറും. ലിങ്ക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വേറെ അൽഗോരിതത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പറയാം ഡിസ്റ്റൻസ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ അതിൽ ബെസ്റ്റ് റൂട്ട് കണ്ടെത്താൻ ഈ കോസ്റ്റിൻ്റെയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൽ ബെൽമാൻ ഫോർഡ് അൽഗോരിതം എന്ന് പറയുന്നൊരു അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് ബെസ്റ്റ് റൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടെത്തുക. ഇതിൽ ഡിജിക്സ്ട്ര അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് ബെസ്റ്റ് റൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ എന്താണ് ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് പ്രോട്ടോകോൾ എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ലാബിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടൊരു ലാബുണ്ട് നമുക്ക്. ആ ലാബിൽ ഞാൻ EIGRP വരെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ള ലാബാണത്. അതിലാണ് നമ്മളിപ്പോൾ എല്ലാം ചെയ്യുന്നത്. 4 റൂട്ടുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിട്ട് ചെയ്യുന്ന ലാബ്. ഇപ്പോൾ നമ്മുടെ ഏകദേശം 41ഓളം വീഡിയോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഈ ഒരു OSPFും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് റൗട്ടിങ്ങിലോട്ട് കടന്നിട്ടുള്ളൂ. റൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് വേണം ഇതിനെ കണക്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഒരുപാട് ചാപ്റ്റർ ഉണ്ട്. ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ കുറേ പേര് ചോദിക്കുന്നുണ്ട് എത്ര ക്ലാസ്സുകൾ ഉണ്ടാവുന്നു. ഇത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് അയച്ചു തന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വാട്സപ്പിൽ ചോദിച്ചവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ വോളിയം 1 ഉണ്ട്, വോളിയം 2 ഉണ്ട്. ഇപ്പം നമ്മൾ ഈ 40 ക്ലാസ്സും കൊണ്ട് നമ്മൾ എത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ടുള്ള റൂട്ടിംഗ് ആണ്. കാരണം ഒരു നെറ്റ്വർക്ക് ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ റൂട്ടിംഗ് ചെയ്യണമല്ലോ. റൂട്ടിംഗ് ചെയ്താൽ ഇത് ഫുൾ കണക്ടിവിറ്റി ആവുള്ളൂ. അതിനുശേഷം നമ്മൾ ഓരോ ടോപ്പിക്കുകൾ കവർ ചെയ്യാനുണ്ട്. നമുക്ക് ഓരോരോ സർവീസുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെ പോയാലും ഒരു 100 ക്ലാസ്സിൻ്റെ മുകളിൽ എന്തായാലും ക്ലാസ് ഉണ്ടാകും. ഡേ 100 ഒക്കെ എന്തായാലും ഉണ്ടാകും. നിങ്ങൾക്ക് ഇതിനിപ്പോൾ വേഗം കവർ ചെയ്ത് തീർക്കണം എന്ന് വിചാരിക്കുക. CCNA ഒക്കെ വേഗം കവർ ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രൂപ്പായിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വേഗം തീർക്കണം എന്നുണ്ടെങ്കിൽ വേഗം തീർക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ഓരോ ഡേ ആയിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് പ്രോട്ടോകോളിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് വെക്റ്ററിനെക്കാട്ടിയും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോട്ടോക്കോളാണ്. ഇതിലെന്താണെന്ന് വെച്ചാൽ ഒരു റൂട്ടറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് ആ റൂട്ടറിൻ്റെ ലിങ്കിൻ്റെ സ്റ്റാറ്റസ് ആണ്. ആ റൂട്ടറുമായിട്ട് എത്ര ലിങ്കുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്, ആ റൂട്ടറുമായിട്ട് എത്ര നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്, ആ ലിങ്കിൻ്റെ സ്റ്റാറ്റസ് ആണ് നൈബറിന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ലിങ്കിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ അതിന് നൈബറിന് കൈമാറും. അതേപോലെ അവരുടെ നൈബറിൻ്റെ ഡീറ്റെയിൽസും കൈമാറും. അത് ലിങ്ക് സ്റ്റേറ്റ് അഡ്വർടൈസ്മെൻറ്റ് എന്നാണ് പറയുക, LSA എന്ന് വിളിക്കുക. ഓരോ റൂട്ടറും അവരുടെ LSA അവരുടെ അതത് നൈബറുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൈമാറുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവരവരുടെ LSA അവരുടെ നൈബറിന് കൈമാറുമ്പോൾ ആ നെറ്റ്വർക്കിൽ ഇപ്പോൾ ഈ ഒരു നൈബർ ഇവരുടെ LSA റൗട്ടർ 1ൻ്റെ LSA ഇവർക്ക് കിട്ടും. ഇവരെന്ത് ചെയ്യും, ഇവരുടെ LSAയും ആ റൗട്ടർ 1ൻ്റെ LSAയും കൂടെ കിട്ടിയിട്ടാണ് റൗട്ടർ 3ക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാവരുടെ LSAയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ എല്ലാ റൂട്ടറിൻ്റെ കയ്യിലും എല്ലാ നെറ്റ്വർക്കുകളുടെ ഡീറ്റെയിൽസും എത്തും. ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് എന്നാണ് വിളിക്കുക, LSDB ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് ആവും. എല്ലാവരുടെയും LSA കൂടെ കിട്ടിയിട്ട് ഈ ഒരു ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് നോക്കിയിട്ട് ഇവർ ബെസ്റ്റ് റൂട്ട് എന്ത് ചെയ്യും, കണ്ടെത്തും. അപ്പോൾ എല്ലാ റൂട്ടറിൻ്റെ കയ്യിലിരിക്കുന്നത് സെയിം കണക്ടിവിറ്റി മാപ്പ് ആയിരിക്കും. എല്ലാവരുടെയും ടേബിൾ, എല്ലാവരുടെയും ലിങ്കിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്, എല്ലാവരുടെയും ലിങ്കിൻ്റെ ഇൻഫർമേഷനും എല്ലാ റൂട്ടറിൻ്റെ കയ്യിലും എത്തും. എന്നിട്ട് ഇവർ എന്ത് ചെയ്യും, ഇന്ന് ബെസ്റ്റ് റൂട്ട് കണ്ടെത്തും. ഡിജിക്സ്ട്ര അൽഗോരിതം ഒക്കെ യൂസ് ചെയ്തിട്ട് ഇവർ ബെസ്റ്റ് റൂട്ട് കണ്ടെത്തും. അപ്പോൾ ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് വെക്റ്ററിനെക്കാട്ടിയും വേഗത്തിൽ ഇതിൽ ടേബിൾ അപ്ഡേഷൻ നടക്കുന്നുണ്ട്. വേറൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിൽ ഒരുപാട് CPU-യും ഒരുപാട് റാമും നമ്മുടെ മൈക്രോ പ്രോസസ്സറിൻ്റെ ഒരുപാട് CPU-യും ഒരുപാട് റാമും ഈ ഒരു LSDB ടേബിൾ അപ്ഡേറ്റ് ചെയ്ത് ബെസ്റ്റ് റൂട്ട് കണ്ടെത്താനും
ഒക്കെ ലിങ്ക് സ്റ്റേറ്റ് അഡ്വർടൈസ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് റാം ഇവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. വലിയ വലിയ നെറ്റ്വർക്കുകൾക്കൊക്കെ നമുക്ക് ഇതാണ് നമ്മൾ ചെയ്യുക, ലിങ്ക് സ്റ്റേറ്റിൽ വരുന്നതാണ് നമ്മൾ ചെയ്യാറുള്ളത്. ലിങ്ക് സ്റ്റേറ്റിൽ 2 ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഒന്ന് OSPF ഉണ്ട്, ISIS എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ISIS ഇപ്പോൾ യൂസ് ചെയ്യാറില്ല, OSPF ആണ്, ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ് എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ് നമ്മൾ ലിങ്ക് സ്റ്റേറ്റിൽ യൂസ് ചെയ്യാറുള്ളത് എന്നുള്ള കാര്യം. അപ്പോൾ ലിങ്ക് സ്റ്റേറ്റിനെ കുറിച്ച് ഇത്തരം ഇൻഫർമേഷനാണ്. എല്ലാവരും അവരവരുടെ ടേബിൾ LSA ടേബിൾ അയച്ചു കൊടുക്കും. അങ്ങനെ എല്ലാ റൂട്ടറും ഇൻഡിപെൻഡൻ്റ്ലി അവരുടെ മാപ്പ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്ത് അതിന് ബെസ്റ്റ് റൂട്ട് എന്ത് ചെയ്യും, കണ്ടെത്തും. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് വെക്ടറിനേക്കാൾ ഫാസ്റ്റിൽ ടേബിളും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എന്തിന് നടക്കുന്നുണ്ട്, ഈ പറയുന്ന ലിങ്ക് സ്റ്റേറ്റിൽ നടക്കുന്നുണ്ട്. ഇനി OSPF അതിൽ വരുന്ന ഒരു പ്രോട്ടോക്കോളാണ് ഏത്, OSPF, ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ് എന്നുള്ളതാണ്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ബെസ്റ്റ് റൂട്ട് കണ്ടെത്താൻ, ആ ഒരു റൗട്ടിംഗ് പ്രോട്ടോക്കോളിൽ ബെസ്റ്റ് റൂട്ട് കണ്ടെത്താൻ ഡിജിക്സ്ട്രാ അൽഗോരിതം എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. OSPFന് ഫസ്റ്റ് OSPF വെർഷൻ 1 എന്ന് പറയുന്നുണ്ടായിരുന്നു. 1989 OSPF 1 എന്ന് പറയുന്ന ഒരു വെർഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ OSPF വെർഷൻ 2 വന്നു 1998 ആയപ്പോൾ. OSPFന്റെ തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള വെർഷൻ IP വെർഷൻ 4 സപ്പോർട്ട് ചെയ്യുന്ന, IP വെർഷൻ 4 ഉണ്ട്, IP വെർഷൻ 6 ഉണ്ടല്ലോ, അതിൽ IP വെർഷൻ 4 സപ്പോർട്ട് ചെയ്യുന്ന OSPFന്റെ വെർഷൻ 2 വന്നു. ഇപ്പോഴും അതാണ് യൂസ് ചെയ്യുന്നത്, OSPF വെർഷൻ 1 യൂസ് ചെയ്യാറില്ല. പിന്നെ 2008 കാലഘട്ടങ്ങളിൽ OSPFന്റെ വെർഷൻ 3 വന്നു, അത് IP വെർഷൻ 6 യൂസ് ചെയ്യാറുള്ളത്. IP വെർഷൻ 6 കുറിച്ച് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടില്ല. IP വെർഷൻ 6 കുറിച്ച് 6 ആണ് OSPF വെർഷൻ 3 യൂസ് ചെയ്യാറുള്ളത്. IP വെർഷൻ 4 യൂസ് ചെയ്യുമെങ്കിലും OSPF വെർഷൻ 3 IP വെർഷൻ 4 യൂസ് ചെയ്യുമെങ്കിലും IP വെർഷൻ 4 നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്ന OSPFന്റെ വെർഷൻ 2 എന്ന് പറയുന്ന വെർഷനാണ്. അപ്പോൾ റൗട്ടർ അവരുടെ എന്താ പറയുക, നെറ്റ്വർക്കിൻ്റെ ലിങ്ക് സ്റ്റേറ്റ് അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ എല്ലാവരും അവരവരുടെ ലിങ്ക് സ്റ്റേറ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുത്ത് അവരൊരു ലിങ്ക് സ്റ്റേറ്റ് ഡാറ്റാബേസ് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് അവർ ഒരു ബെസ്റ്റ് റൂട്ട് എന്ത് ചെയ്യുന്നു, അവർ കണ്ടെത്തും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടെത്തിയിട്ട് അവർ അതിൻ്റെ ബെസ്റ്റ് റൂട്ടാണ് അവരുടെ റൗട്ടിംഗ് ടേബിളിൽ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. ബാക്കിയുള്ള റൂട്ടൊക്കെ അവർ റിസർവ്ഡ് ആയിട്ട് അവിടെ എടുത്തു വെക്കും. ബെസ്റ്റ് റൂട്ടിന് എന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഇന്ന് ബെസ്റ്റ് റൂട്ട് കണ്ടെത്തും, അതെന്ത് ചെയ്യും, ഷെയർ ചെയ്ത് കൊടുക്കും എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ OSPF നമ്മൾ ചെയ്യുമ്പോൾ OSPF ലാർജ് നെറ്റ്വർക്കിനാണ് ചെയ്യുക. വലിയ നെറ്റ്വർക്കിലാണ് നമുക്ക് OSPF ചെയ്യേണ്ടി വരിക. ഒരു വലിയ കമ്പനിയൊക്കെ ആകുമ്പോൾ നമ്മൾ EAGRPയോ അല്ലെങ്കിൽ സ്റ്റാറ്റിക്കോ ഡൈനാമിക്കോ ഡിഫാൾട്ടോ അല്ലെങ്കിൽ റിപ്പ് വെർഷനൊന്നും അല്ല നമ്മൾ ചെയ്യാറുള്ളത്. നമ്മളവിടെ വലിയ നെറ്റ്വർക്ക് ആകുമ്പോൾ എന്താ ചെയ്യുക, OSPF ആണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ OSPF എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് പ്രോട്ടോക്കോളിൽ പ്രവർത്തിക്കുന്ന റൗട്ടിംഗ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു അല്ലേ. ഇതിന് നമ്മൾ ഒരു നെറ്റ്വർക്കിൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ എനിക്കൊരു ഹെഡ് ഓഫീസ് ഉണ്ട്, ബ്രാഞ്ച് ഓഫീസ് ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു സിംഗിൾ ഓട്ടോണമസ് സിസ്റ്റം ആയിട്ട് എടുക്കും അല്ലേ, സിംഗിൾ ഓട്ടോണമസ് സിസ്റ്റം ആയിട്ട് എടുക്കും. അപ്പോൾ അതിന് നമ്മളൊരു ഏരിയ ആക്കിയിട്ടാണ് കൺസിഡർ ചെയ്യുക. OSPFൽ വരുമ്പോൾ അതിന് ഏരിയ, ആ ഏരിയയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു നമ്പർ കൊടുക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എന്താ പറയുക OSPF ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇനി തിയറി പറഞ്ഞിട്ട് ഞാൻ കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നമുക്ക് OSPF റൗട്ടിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ OSPF നമുക്ക് നോക്കാം. OSPF ചെയ്യാൻ ഫസ്റ്റ് റൂട്ടിൽ കയറി ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഫസ്റ്റ് റൂട്ടിൽ കയറിയിട്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 4 റൂട്ടറല്ലേ ഉള്ളത്. ഇവിടെ നമുക്ക് 4 റൂട്ടറുള്ളത്. ഇത് നമുക്ക് റൂട്ടർ 1, റൂട്ടർ 2, താഴത്തെ റൂട്ടർ 3, ഇത് മുകളിൽ റൂട്ടർ 4, 4 റൂട്ടറുള്ളത്. നമുക്കിവിടെ ഫസ്റ്റ് റൂട്ടറിലാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് അല്ലേ. എനേബിൾ അടിച്ചു, ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ് അടിച്ചു. അതിൽ ഇപ്പോൾ നിലവിലുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ജിഗാബൈറ്റിന് IP കൊടുത്തിട്ടുണ്ട്. ജിഗാബൈറ്റ് 0/1 ഞാൻ IP കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ സീരിയലിന് IP കൊടുത്തിട്ടുണ്ട്. 2 സീരിയൽ പോർട്ട് ഉണ്ട്, 2നും IP കൊടുത്തു. ഇത് തൊട്ട് മുമ്പത്തെ ലാബ് തന്നെയാണ്, ഞാൻ ഇതിനി പറഞ്ഞ സമയം കളയുന്നില്ല. ഇതിൽ EAGRP ഇല്ല, റിപ്പ് വെർഷൻ 1 ഇല്ല, റിപ്പ് വെർഷൻ 2 ഇല്ല. അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തിന് ചെയ്യാനുള്ളത്, OSPF ആണ് ചെയ്യാനുള്ളത് അല്ലേ. നേരെ കോൺഫിഗർ ടെർമിനലിൽ പോവാം. റൗട്ടർ സ്പേസ് OSPF, റൗട്ടർ സ്പേസ് OSPF. നമ്മളിപ്പോൾ റൗട്ടർ സ്പേസ് EAGRP സ്പേസ് ഓട്ടോണമസ് സിസ്റ്റം നമ്പർ കൊടുത്തു, 100 എന്ന് കൊടുത്തു. റിപ്പിലാണെങ്കിൽ നമ്മൾ റൗട്ടർ സ്പേസ് റിപ്പ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ നമ്മൾ റൗട്ടർ സ്പേസ് OSPF സ്പേസ് എന്താ കൊടുക്കേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ പ്രോസസ് ID എന്ന് പറഞ്ഞിട്ട് ID കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ റൂട്ടർ ID എന്ന് പറഞ്ഞിട്ട് ID കൊടുക്കാൻ പറയും. ID എന്തായിരിക്കണം, 1നും 6535 ഇടയിലുള്ളൊരു സംഖ്യ ആയിരിക്കണം കൊടുക്കേണ്ടതാണ്. നമ്മൾ ഓരോ റൗട്ടറുകൾക്കും ഓരോ യൂണീക്ക് ആയിട്ടുള്ള ID കൊടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് റൗട്ടറിന് റൗട്ടർ OSPF 1 എന്ന് കൊടുത്താൽ, രണ്ടാമതായിട്ട് ചെയ്യുന്ന റൗട്ടറിൽ OSPF ചെയ്യുന്ന സമയത്ത്
റൗട്ടർ OSPF 1 എന്ന് കൊടുക്കാൻ പാടില്ല, കാരണം 1 ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതാണ്. അപ്പോൾ ഓരോ റൂട്ടറുകൾക്കും ഓരോ റൂട്ടർ ഐ ഡി കൊടുക്കുക. ഞാൻ റൗട്ടർ OSPF 1 എന്നാണ് ഫസ്റ്റ് റൂട്ടറിന് കൊടുത്തത്. നെറ്റ്വർക്ക് സ്പേസ് ആ ലിങ്ക് ഏതൊക്കെ ആ റൂട്ടറിന് 3 ലിങ്ക് ഉള്ളത് അല്ലേ, അപ്പോൾ ആ നെറ്റ്വർക്കിന്റെ ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുക. 10.0.0. എന്ന് കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. അതിന്റെ സബ്നെറ്റ് മാസ്ക് അല്ല, നമ്മൾ EAGRP ചെയ്ത പോലെ തന്നെ വൈൽഡ് കാർഡ് മാസ്ക് കൊടുക്കുക. അപ്പോൾ 0, 255, 255, 255 കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ഒരു OSPF ചെയ്യുമ്പോൾ എന്താണ്, ഒരു സിംഗിൾ ഓട്ടോണമസ് സിസ്റ്റം ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു സിംഗിൾ ഓട്ടോണമസ് സിസ്റ്റം നമ്മൾ ഒരു ഏരിയ ആക്കിയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഏരിയ എന്ന് ടൈപ്പ് ചെയ്യുക. ഏരിയ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഏരിയയുടെ നമ്പർ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഏരിയ നമുക്ക് ഡെസിമൽ വാല്യൂയിൽ കൊടുക്കാം. ഓക്കെ, 0യ്ക്കും പിന്നെ ആ കാണുന്ന നമ്പറിനും ഇടയിലുള്ള ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് ഏരിയ ആയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ OSPF ഏരിയ ID ഇൻ IP അഡ്രസ് ഫോർമാറ്റിൽ നമുക്ക് ഏരിയ ID കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ അപ്പോൾ ഡെസിമൽ നമ്പറിലാണ് കൊടുക്കുന്നത്. ഞാൻ ഏരിയ 0 എന്ന് കൊടുത്തു. അടുത്ത നെറ്റ്വർക്ക് സ്പേസ് 192, 168, 10, 0, 255, ഏരിയ 0. ഇവിടെ നെറ്റ്വർക്ക് അടിച്ചതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. നെറ്റ്വർക്കിന്റെ സ്പെല്ലിംഗ് ആണ് ഇവിടെ ആരോ മാർക്ക് കണ്ടോ, നെറ്റ്വർക്ക് എന്ന് എഴുതിയതിൻ്റെ സ്പെല്ലിംഗ് ആണ് മാറിപ്പോയത്. നമുക്ക് ആ ടേബിൾ ഒന്ന് ശരിയാക്കി അടിക്കാം. നെറ്റ്വർക്ക് സ്പേസ് 192, 168, 10, 0, 3 255 ഒരു 0 വരുന്നുണ്ട്. അതിന് പകരമായിട്ട് 3 0യും ഒരു 255ഉം, ഏരിയ 0. നെറ്റ്വർക്ക് സ്പേസ് 192, 168, 40, 0, 255, ഏരിയ 0. സേവ് ചെയ്തു. രണ്ടാമത്തെ റൗട്ടറിൽ പോവാം. രണ്ടാമത്തെ റൂട്ടറിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണ്ടേ? എനേബിൾ കോൺഫിഗർ ടെർമിനൽ റൗട്ടർ OSPF. നേരത്തെ നമ്മൾ 1 എന്ന് കൊടുത്തില്ലേ, അപ്പോൾ ഇവിടെ റൗട്ടർ ID 2 എന്ന് കൊടുത്തു. നെറ്റ്വർക്ക് സ്പേസ് 192, 168, 10, 0, 0, 255, ഏരിയ 0. ഏരിയ നമ്മൾ നേരത്തെ അവിടെ 0 ആക്കിയിട്ടില്ല എടുത്തത്. എല്ലാത്തിനും ഏരിയ എന്ത് തന്നെ കൊടുക്കണം? 0 തന്നെ കൊടുക്കണം. ഏരിയ മാറ്റം വരാൻ പാടില്ല. റൗട്ടർ ID എന്ത് വരണം? മാറ്റം വരണം. നെറ്റ്വർക്ക് സ്പേസ് 192, 168, 20, 0, 0, 255, ഏരിയ 0. ഇപ്പൊ നിങ്ങൾക്ക് ഇടയിൽ ഒരു മെസ്സേജ് കയറി വന്നില്ലേ? ഇത് അഡ്ജസൻസി മെസ്സേജാ. 40 എന്ന് പറയുന്നൊരു നൈബറിൻ്റെ ഒരു ഇൻ്റർഫേസിലൂടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറിയതിൻ്റെ ഒരു അഡ്ജസൻസി ഞാൻ പറഞ്ഞല്ലോ, ഡൈനാമിക്കിൽ ഇങ്ങനെ അഡ്ജസൻസി ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ നൈബറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് അവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ അതും കൊടുത്തു. ഇപ്പോൾ 3 നെറ്റ്വർക്ക് കൊടുത്തു. ഒന്ന് നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് 10ൻ്റെ കാര്യം കൊടുത്തു, 20ൻ്റെ കാര്യം കൊടുത്തു. ഇനി ഒരു നെറ്റ്വർക്ക് കൊണ്ടുണ്ട്, 3 എണ്ണം ആയിട്ടില്ല അല്ലേ. നെറ്റ്വർക്ക് സ്പേസ് 20. ഏരിയ 0. ഇപ്പോൾ നമ്മൾ 3 ടേബിളും കൊടുത്തു. വേണമെങ്കിൽ ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ് അടിച്ച് കഴിഞ്ഞിട്ട്, ഈ ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ് ഒക്കെ ഇതിൽ ഫാസ്റ്റിൽ വരുന്നില്ലേ, റിയൽ റൂട്ടറിൽ വളരെ പതുക്കെയാണ് വരിക കേട്ടോ. ഇതാ 192, 128, 10ൻ്റെ ഒരു ടേബിൾ അടിച്ചിട്ടുണ്ട്, 20ൻ്റെ ടേബിൾ അടിച്ചിട്ടുണ്ട്, 20 എന്ന് പറഞ്ഞ നെറ്റ്വർക്കിൻ്റെ ടേബിൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെ 3 തന്നെ അടിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ റൂട്ടിൽ പോവാം. ഇതാണ് മൂന്നാമതായിട്ട് എടുക്കുന്നത്. എന്ത് കൊടുക്കുക? എനേബിൾ കോൺഫിഗർ ടെർമിനൽ റൗട്ടർ OSPF 3. മൂന്നാമത്തെ നെറ്റ്വർക്ക് അല്ല, റൂട്ടർ അല്ലേ. നെറ്റ്വർക്ക് സ്പേസ് 192, 168, 20, 0. വൈൽഡ് കാർഡ് മാസ്ക് കൊടുക്കുക. 0, 0, 0, 255, ഏരിയ 0. ഏരിയ 0 ആക്കി കൊടുത്തു. അടുത്തത് നെറ്റ്വർക്ക് സ്പേസ് 192, 168, 30, 0, 0, 0, 0, 255, ഏരിയ 0. നെറ്റ്വർക്ക് സ്പേസ്
30,0,0,0 255 ഏരിയ 0. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അഡ്ജസൻസി മെസ്സേജ് ഒക്കെ വന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത് കണ്ടോ, അഡ്ജസൻസി മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. സേവ് ചെയ്തു. 3 റൂട്ടറിലും അത് ചെയ്തു. 4ാമത്തെ റൂട്ടർ എടുക്കുക. 4ാമത്തെ റൂട്ടറിൽ എനേബിൾ കോൺഫിഗർ ടെർമിനൽ റൗട്ടർ OSPF 4 നെറ്റ്വർക്ക് സ്പേസ് 40,0,0,0,0,255 ഏരിയ 40ൻ്റെ വൈൽഡ് കാർഡ് മാസ്ക് അതല്ല വരിക. 0,255,255 ഏരിയ 0 നെറ്റ്വർക്ക് സ്പേസ് 192.168.40 0,0,0,255 ഏരിയ 0. എല്ലാ റൂട്ടുകൾക്കും ഏരിയ 0 തന്നെയാണ്. നെറ്റ്വർക്ക് സ്പേസ് 192.168.30 0,0,0,255 ഏരിയ 0. സേവ് ചെയ്തു. ഇനി നമുക്കെല്ലാം തമ്മിൽ പിങ് ആവുണ്ടോ നോക്കാം. പിങ് സ്പേസ് 192.30 പിങ് ആവുണ്ടോ നോക്കാം. 30,0,0,1 ഇപ്പോൾ 30 എന്താവുന്നുണ്ട്, പിങ് ആവുന്നുണ്ട്. ഇങ്ങനെ എല്ലാ നെറ്റ്വർക്കിലോട്ടും ഇപ്പോൾ നമ്മുടെ ഈ നെറ്റ്വർക്ക് കണക്ഷൻ കിട്ടുന്നുണ്ടാവും. ഇങ്ങനെയാണ് OSPF ചെയ്യുക. ഇനി നമുക്കിതിൽ റൂട്ടിങ് റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കാം. എന്ത് ചെയ്താൽ മതി, കോൺഫിഗർ ടെർമിനലിൽ പോവുക. ഒരു ടേബിൾ മാത്രം കളയണമെങ്കിൽ റൗട്ടർ OSPF 1 ഫസ്റ്റത്തെ റൂട്ടറിലല്ലേ, നോ സ്പേസ് നെറ്റ്വർക്ക് സ്പേസ് കളയേണ്ട നെറ്റ്വർക്ക്, അതിൻ്റെ വൈൽഡ് കാർഡ് മാസ്ക് കൊടുക്കുക. ഏരിയ എത്ര കൊടുത്തത്, ഏരിയ നമ്മൾ 0 എന്ന് പറഞ്ഞിട്ടല്ലേ കൊടുത്തത്. അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുക്കുക, ഏരിയ 0. സേവ് ചെയ്തു. ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ്. ഇപ്പോൾ ആ 3 ടേബിൾ ഉണ്ടായിരുന്നതിൽ ഒരു ടേബിൾ മാത്രം പോയിട്ടുണ്ടാവും. ഇതാ ബാക്കിയുള്ള 2 ടേബിൾ അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ OSPF മുഴുവനായിട്ടും കളയണമെന്ന് വിചാരിക്കുക. ടേബിൾ മൊത്തത്തിൽ കളയണം. കോൺഫിഗർ ടെർമിനൽ നോ സ്പേസ് റൗട്ടർ സ്പേസ് OSPF 1 സേവ് ചെയ്തു. അടുത്ത റൂട്ടിൽ പോവുക. OSPF മൊത്തം കളയണം. കോൺഫിഗർ ടെർമിനൽ നോ സ്പേസ് റൗട്ടർ സ്പേസ് OSPF 2. 3ാമത്തെ റൂട്ടർ എടുക്കുക. 3 അല്ലത് 4ാമത്തെ റൂട്ടറാണ് അല്ലേ. കോൺഫിഗർ ടെർമിനൽ നോ സ്പേസ് റൗട്ടർ സ്പേസ് OSPF 4. അടുത്ത റൂട്ടർ എടുക്കുക. കോൺഫിഗർ ടെർമിനൽ നോ സ്പേസ് റൗട്ടർ സ്പേസ് OSPF 3. ഇപ്പം എല്ലാത്തിനും OSPF എന്ത് ചെയ്തിട്ടുണ്ട്, കളഞ്ഞു എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ OSPF ചെയ്യുക. ഇപ്പോൾ നമ്മൾ 4 റൂട്ടിങ് പഠിച്ചിട്ടുണ്ട്. ഏതിൽ, ഡൈനാമിക്കിൽ. ഒന്ന് റിപ്പ് വേർഷൻ 1, റിപ്പ് വേർഷൻ 2, EIGRP OSPF. അതിൽ ഇനിയിപ്പോൾ OSPFനെ കുറിച്ച് ഇനി വരും ക്ലാസ്സുകളിൽ കുറച്ച് ഇൻഫർമേഷൻ കൂടെ ഞാൻ കൂടുതലായിട്ട് തരാം. ഏരിയ, അതേപോലെ തന്നെ റൂട്ടർ ID ഒക്കെ നമുക്ക് ഇനി വരും ക്ലാസ്സുകളിൽ കുറച്ചും കൂടെ വിശദമായിട്ട് പഠിക്കാം. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ് മുതൽ ഇപ്പോൾ നമ്മുടെ ഏകദേശം റൂട്ടിംഗ് എന്ന് പറയുന്ന ഫസ്റ്റ് സെക്ഷൻ നമ്മുടെ CCNA ക്ലാസ്സിൽ നിങ്ങൾ ബേസിക് ആയിട്ട് ആദ്യം അറിഞ്ഞിരിക്കേണ്ട നെറ്റ്വർക്കിൻ്റെ ബേസിക് ആയിരുന്നു. നെറ്റ്വർക്കിൻ്റെ ബേസിക് നമ്മൾ കവർ ചെയ്തു. അതിൽ നമ്മൾ ക്രിമ്പിങ് പോലുള്ള കാര്യങ്ങൾ, നെറ്റ്വർക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അത്തരം ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്തു. രണ്ടാമതായിട്ട് നമ്മൾ റൂട്ടിങ്ങിലോട്ടാണ് വന്നത്. റൂട്ടറിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ, പിന്നെ നമ്മൾ നേരെ നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൂട്ടിങ്ങിലോട്ട് കടന്നു. ഇപ്പം അത്രയും കഴിഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ തുടങ്ങുന്നത്. സബ്നെറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക്. നമ്മുടെ CCNA പഠിക്കുന്നവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സബ്നെറ്റിംഗ്. നമ്മുടെ IP അഡ്രസ്സുകളുണ്ടല്ലോ, ഈ IP അഡ്രസ്സുകളെ ഡിവൈഡ് ചെയ്ത് വ്യത്യസ്ത നെറ്റ്വർക്കുകളാക്കാൻ പഠിക്കണം. ഇപ്പോൾ നിങ്ങൾ VLAN എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടല്ലോ. VLAN സ്വിച്ചിൻ്റെ പോർട്ടുകളെ ഡിവൈഡ് ചെയ്യുക. അതുപോലെ നെറ്റ്വർക്കുകളെ, IP അഡ്രസ്സുകളെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് അറിയണം. ഇനിയിപ്പോൾ കുറച്ച് ക്ലാസ്സുകൾ, എനിക്ക് എത്ര ക്ലാസ് ഉണ്ടാവും എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. സബ്നെറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സബ്നെറ്റിംഗ്. പലരും പല മെത്തേഡിലാണ് സബ്നെറ്റിംഗ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിൽ മറ്റ് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും സബ്നെറ്റിങ്ങിനെ കുറിച്ചുള്ളത്. ഞാൻ ചെയ്യുന്നത് വേറൊരു മെത്തേഡാണ്. അതിനേക്കാൾ ചിലപ്പോൾ
ബെറ്റർ ആയിട്ടുള്ള വേറെ മെത്തേഡുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ എൻ്റെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് സബ്നെറ്റിങ് എന്താണെന്നാണ് പറഞ്ഞുതരാൻ പോകുന്നത് അടുത്ത ക്ലാസ് മുതൽ. തിയറി ക്ലാസ്സുകളായിരിക്കും കുറച്ച്. നിങ്ങൾ പ്രാക്ടിക്കൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിയറി ക്ലാസ്സുകൾ മിസ് ചെയ്യരുത്. കാരണം ഇനി അങ്ങോട്ടുള്ള നമ്മുടെ എല്ലാ ചോദ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും CCNA നിങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇനി പഠിക്കാൻ പോകുന്ന സബ്നെറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് സബ്നെറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും നെറ്റ്വർക്കിങ്ങിൻ്റെ കോഴ്സുകൾ CCNA, CCNP, അതേപോലെ തന്നെ MCSA, MCSE, അതേപോലെ RHCSA, RHCE, AWS, അസ്യൂർ അങ്ങനത്തെ തുടങ്ങിയ നെറ്റ്വർക്കിങ്ങിൻ്റെ ഏത് കോഴ്സുകൾ, ഇപ്പോൾ ഹാർഡ്വെയർ ആണെങ്കിൽ ഹാർഡ്വെയർ തുടങ്ങിയ ഏത് കോഴ്സുകളും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ നമ്പറിൽ നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് CCNA ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓൺലൈൻ ഇൻഡിവിജ്വൽ ബാച്ച് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടൈമിനനുസരിച്ച് ഞാനത് ഷെഡ്യൂൾ ചെയ്ത് തരും. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ ഒരു ചാനൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ OSPF കഴിഞ്ഞല്ലോ, നമുക്ക് സബ്നെറ്റിങ്ങിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക, അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സബ്നെറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് കാണാം.